അപ്പൊ ഗൈസ് ഞങ്ങൾ ഇന്ന് നനച്ചുള്ളിന്റെ ചെറിയ ചെറിയ പരിപാടിയാണ്. സെറ്റാണ്. അപ്പൊ ഗൈസ് ഞങ്ങൾ ഈ ഒരു വീടൊന്ന് നനച്ചൊന്ന് കുളിപ്പിക്കാൻ പോവാണ്. അപ്പൊ അതിന്റെ പരിപാടിയാണ് ഇന്ന് വരുന്നത്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരോടെയാണ് കളത്തിലേക്ക് ഇറങ്ങാൻ പോണത്. കംപ്ലീറ്റ് ആവില്ലമ്മ, ഇല്ലെങ്കിൽ നമ്മൾ ആക്കും. ഐഡിയയിൽ ഉമ്മ പുലിയാണ്, ഉപ്പുലിയാണ്. നമ്മളെ നാട്ടിൽ എത്ര ചോറ് ഇതായതാ ഉമ്മ പറയില്ല, കാരണം ഉമ്മാന്റെ വയസ്സറിയാച്ചിട്ട്. ഉമ്മാക്ക് ഇപ്പോഴും 18 വയസ്സായിട്ടുള്ളൂ. ഉമ്മ ഇപ്പോഴും 18 വയസ്സാണ്. 18ഇല്ലെങ്കിലും അതൊന്നും പറയില്ല. 57 വയസ്സൊന്നും പറയരുത്, പറയാൻ പാടില്ല. എന്നാലും പക്ഷെ തോന്നൂല, ഫുൾ ഭയങ്കര അടിപൊളി സുന്ദരിയാണ്. അപ്പൊ ഞങ്ങളെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാണ്. നോമ്പൊക്കെല്ലേ, അതിന്റെ നനച്ചുകുളി പരിപാടിയാണ് കേട്ടോ. ഇത്രയും ദിവസം ഡിലേ ആയത് ഹോസ്പിറ്റൽ കേസ് എല്ലാം കൂടി ആയിട്ട് നമ്മൾ വിചാരിച്ചത് പ്ലാനിങ് ഒക്കെ മൊത്തത്തിൽ പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ കഴിഞ്ഞ വീഡിയോസുകൾക്ക് കാണുന്ന ആളുകൾക്കറിയാം, നമ്മുടെ വീടിന്റെ ഫുൾ വീഡിയോസ് നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തതാണ് ഹോം ടൂർ ആയിട്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും പോലെ വലിയ വാർപ്പിന്റെ വീടൊന്നുമല്ല, ഇതുപോലെ ഒരു കുഞ്ഞു സ്വർഗ്ഗാണ്. അത് ഓടിട്ടോ സംഭവം നല്ല അടിപൊളിയാണ് കേട്ടോ. വീടിന്റെ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ വീടിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ പോയിട്ടുണ്ട് ഞങ്ങൾ നോക്കാത്തതുകൊണ്ട്. ഇപ്പോൾ കുറച്ച് ഓർക്കിഡ്, ആന്തോറി അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉള്ളൂ കേട്ടോ. പിന്നെ ഇവിടേക്ക് അത്യാവശ്യം ചെടികളുണ്ടായിരുന്നു. ഈ ഒരു സെക്ഷൻ നമ്മളിപ്പോൾ അടുത്തുണ്ടാക്കിയതാണ് കേട്ടോ, കാറ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ഷീറ്റ് ഇട്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ ഇവിടെയൊക്കെ കുറേ ചെടികളുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോമ്പായിട്ട് നനച്ചുളി പരിപാടിയാണ് കേട്ടോ. കാരണം ഇത്രയും ദിവസം ഡിലേ വന്നത് വെച്ചാൽ ഹോസ്പിറ്റൽ കേസും അങ്ങനെ കുറേ കാര്യങ്ങളായതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് ഞങ്ങളിതാ ഈ ഒരു വീടിൽ നിന്ന് ഒന്ന് സെറ്റാക്കാൻ പോവാണ്. സെറ്റാണ്, എന്നാലും ഞങ്ങളൊന്ന് ഒരു നനച്ചുകുളില്ലേ നമ്മുടെ നോമ്പിൻ്റെ, അത് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഈ ഒരു ഫ്രണ്ടിലെ ഗ്രില്ലും ഈ ഒരു വാതിലും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കണം. പിന്നെ ഇവിടെ കുറേ ചെടി ഉണ്ടായിരുന്നു, ഇപ്പോൾ ഓൾറെഡി എല്ലാം പോയിട്ടുണ്ട്. ഇപ്പം നമ്മൾ നോക്കാത്തതുകൊണ്ട് കുറച്ച് ഐറ്റംസൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ തൂങ്ങുന്ന കുറച്ച് വെറൈറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിതാ ഇവിടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. ഇപ്പൊ കുറച്ചിടായിട്ട് ഞാനും ഉമ്മി ഹെൽപ്പ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു പരിപാടിയൊക്കെ എടുക്കല്. കാരണം നമ്മൾ രണ്ടുപേരും ഒരേ വൈബുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തിട്ടും ചിരിച്ചിട്ടും കുറെ തമാശകളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പരിപാടി എടുക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നിങ്ങൾ പരിപാടിയൊക്കെ കഴിയും. കാരണം വെച്ചാൽ ബോറടിക്കില്ല, രണ്ടാളും നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കത്തിയടിച്ച് നല്ല സംസാരിക്കും കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ പരിപാടി നല്ല ഫാസ്റ്റിൽ കഴിയും കേട്ടോ. അപ്പൊ ഇന്ന് ഞങ്ങൾ ഫ്രണ്ട് ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനാണ് പ്ലാനിങ്ങിലുള്ളത്. അപ്പൊ അതിന് വേണ്ടി ഗ്രില്ലൊക്കെ ക്ലീൻ ആക്കാനുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ബാക്കിൽ ഉമ്മ വരും, ഞാൻ അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആദ്യം സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. നിങ്ങളെ വീട്ടിലെ നനച്ചുള്ളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവൂലേ? കാരണം ഒരുപാട് ആൾക്കാർ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എടുക്കും, നോമ്പൊക്കെ വരുന്നുണ്ടല്ലോ എന്നുള്ള ആ ഒരു മൈൻഡിൽ വരുന്ന ടൈമിൽ എൻ്റെ ഉമ്മാക്ക് കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഉമ്മാക്ക് എന്താ പറ്റിയെന്ന് വെച്ചിട്ട്. അത് എൻ്റെ ഉമ്മാക്കാണ് പറ്റിയിട്ടുണ്ടായിരുന്നു. ഉമ്മ ബൈക്കിൽ നിന്ന് ചെറുതായിട്ട് സ്കിഡായിട്ട് ചെറിയ ചെറിയ മുറിവൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചെറിയ സർജറി ഒക്കെ കഴിഞ്ഞ് വീട്ടിലാണ്. അപ്പൊ എനിക്ക് അവിടേക്ക് ഓടണം, ഹസ്മോനാണെങ്കിൽ പനിയാണ്, അങ്ങനെ എല്ലാം കൂടെ ആയിട്ട് മൊത്തത്തിലൊരു തിരക്ക് പിടിച്ചൊരു ഇതായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് പ്രൊമോഷൻ വർക്ക് ഏറ്റതുണ്ടായിരുന്നു, അതെല്ലാം കൂടി ആയിട്ട് തലയിൽ മൊത്തം ഒരു കത്തി നിൽക്കുന്ന ടൈമായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇന്നിപ്പോൾ വർക്കില്ലാത്ത ടൈമിൽ എല്ലാ ബാക്കിയുള്ള കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇതിനെ കൂടെ ഒരുങ്ങിയതാണ്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന വ്യൂസ് ആണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് കൂടെ മറക്കരുത് കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ ഉമ്മയായിട്ടുള്ള ഫണ്ണീസും അതുപോലെ ഒരുപാട് ഓഫേഴ്സിൻ്റെ ഷോപ്പ് വീഡിയോസ് ഒക്കെ അതിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ നെയിം വരുന്നത് സിമി എന്നാണ്. വേണമെങ്കിൽ ഞാൻ സ്ക്രീനിൽ അതിൻ്റെ നെയിം കൊടുക്കുക. അപ്പോൾ എന്തായാലും അതൊന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം ഞാനിപ്പോൾ കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു, കാരണം ഒരുപാട് ബിസി ആയ കാരണം നമ്മുടെ യൂട്യൂബിൽ വീഡിയോ ഇടാൻ വേണ്ടി കുറച്ച് ഡിലേ വന്നതായിരുന്നു. അപ്പം എനിക്ക് ചടപ്പ് കുടുങ്ങി, ഇനി വീഡിയോ ഇടണോ എന്നുള്ളൊരു മൈൻഡിലായിപ്പോയി. വീണ്ടും എനിക്കൊരു ചെറിയൊരു മൂഡ് വന്നപ്പോൾ ഞാൻ വീണ്ടും കണ്ടിന്യൂ ചെയ്യാണ് കേട്ടോ. അതാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഉമ്മാനെ എന്നോട് പല ആൾക്കാർ ചോദിക്കാറുണ്ട്, ഇപ്പോൾ വീഡിയോയിൽ കാണാറില്ലല്ലോ എന്ന്. ഞാൻ വീഡിയോയിൽ ഇടാത്തതുകൊണ്ടാണ്, മീൻസ് ഞാൻ തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യാറില്ല, ഓരോ തിരക്കായിട്ട്. അപ്പോൾ എന്തായാലും ഇനി ഞങ്ങൾ രണ്ടുപേരുള്ള കോംബോ ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ. ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഭാരം തോന്നൂല കേട്ടോ. നമുക്ക് ഒരാൾ കൈ സഹായം ഉണ്ടെങ്കിൽ ഭയങ്കര സിമ്പിളല്ലേ ഏതൊരു പരിപാടി. നമ്മൾ ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യുമ്പോൾ ഭയങ്കര
ടൈമും പോവും, പക്ഷെ നമുക്കൊരു ചടപ്പ് വരും. നമ്മുടെ കൂടെ ഒരാളെ നമ്മുടെ ഇതിനനുസരിച്ചുണ്ടെങ്കിൽ ഭയങ്കര അടിപൊളിയായിരിക്കും. പിന്നെ ഇവിടെ കുരുമുളക് ഉണക്കാനിട്ടതിൻ്റെ കുറച്ച് വേസ്റ്റിലുണ്ടായിരുന്നു, അതിൽ കുറച്ചുള്ളതുകൂടി ഉമ്മ ഉണക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. ഞാനിതാ അവിടെ ചെയറും കാര്യങ്ങളൊക്കെ ഇതാ ക്ലീൻ ചെയ്തിട്ട് ഇതാ ഉണക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ആ ഒരു ടൈമിൽ ഉമ്മ ഉള്ളിലത്തെ ക്ലീൻ ആക്കുകയാണ് കേട്ടോ. അങ്ങനെ ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് എടുക്കുകയാണ്. പിന്നെ നമ്മുടെ വീടിതാ ഇനിയും കുറച്ച് ഒരുപാട് ഏരിയ ഇനിയുണ്ട് കവർ ചെയ്യാൻ. നമ്മൾ ഇന്ന് ഈ ഒരു ഫ്രണ്ടിലെ പോർഷൻ മാത്രം ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ടോ, അതന്നെ ഉണ്ട് അത്യാവശ്യം കേട്ടോ. കാരണം നോർമലി നമ്മുടെ വാതിലൊക്കെ ക്ലീൻ ചെയ്യുന്ന മാതിരിയല്ല, ഈ ഒരു ഗ്രില്ല് ക്ലീൻ ചെയ്യുമ്പോൾ കുറച്ച് ടാസ്ക്കാണ്. ഇവിടെ പണി ഇതാ തകൃത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉമ്മൊരു ഭാഗത്തുണ്ട്, ഞാനൊരു ഭാഗത്ത് ഇതാ. നല്ല വെയിലല്ലേ, വെയിലായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ടയേർഡാവുന്നുണ്ട് ഗൈസ്. പിന്നെ നമുക്ക് രണ്ടുപേർക്ക് വെള്ളം കൊണ്ടുവരാൻ ഇവിടെ വേറെ ആരും ഇല്ലല്ലോ, ഞങ്ങൾ രണ്ടുപേരും തന്നെ പോകണം, കുടിക്കണം. ഇല്ലമ്മ, നമുക്ക് കൊണ്ടുതരാന്ന് പറഞ്ഞിട്ട് ഇവിടെ ആരുമില്ലല്ലോ. അതെ, പണിക്കാർക്കാണെങ്കിൽ ഇമ്മ ഒരു 4-5 പ്രാവശ്യം കൊടുക്കുന്ന ടൈമാണ്. ഞങ്ങൾ രണ്ടുപേരും തന്നെ ഇറങ്ങിയോണ്ട് ഞങ്ങൾക്ക് ആരും തരാനില്ല. ഞങ്ങൾ വെള്ളമൊക്കെ കുടിക്കണം, നല്ല രീതിയിൽ ടയർഡായിട്ടുണ്ട്. ഇപ്പം ഏകദേശം നമ്മുടെ ഫ്രണ്ടിലുള്ള ചെയറും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഉള്ളിൽ കുറച്ച് ക്ലീനിങ് കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഓരോ സെക്ഷനിലേക്ക് നമ്മൾ പോവാണ്. Close till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leaving. ഫ്ലോറിൽ നല്ല രീതിയിൽ അഴുക്കുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ നല്ല രീതിയിലൊരു സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ടാണ് അത് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ വൈപ്പർ എടുത്തിട്ട് നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് ഇതാ വടിച്ചെടുക്കുക കേട്ടോ. പിന്നെ നല്ലൊരു ഉണങ്ങിയ ക്ലോത്തോണ്ട് ഇങ്ങനെ തുടച്ചെടുക്കുക എന്നുള്ള പ്ലാനിങ് ആണ്. ഇവിടെ ആയിരുന്നു നല്ല രീതിയിൽ അഴുക്കുണ്ടായിരുന്നു. അഴുക്ക് മീൻസ് ഒരു ചെറിയൊരു കുത്ത് എന്തോ ഒരു പ്രാണിയുടെ കുത്തെന്തോ ആണ് തോന്നുന്നത്, എന്താണെന്ന് മനസ്സിലായില്ല. പക്ഷെ ഓടിൻ്റെ വീടല്ലേ, അപ്പോൾ അതുകൊണ്ട് മുകളിൽ നിന്ന് എന്തോ ചാടിയതിൻ്റെ ചെറിയ ചെറിയ കറകളുണ്ടായിരുന്നു. അതെല്ലാം ഞാനിത് അങ്ങ് ക്ലീൻ ചെയ്തു. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിലെ ഭാഗം കുറേ ഇവിടെ ക്ലീൻ ആക്കാണ്ടായിരുന്നു. കാരണം ഗ്രില്ലായതുകൊണ്ട് തന്നെ നമ്മുടെ വീട് ഓടിൻ്റെ വീടല്ല, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ഞാനും രാവിലെ തുടങ്ങിയത്. അപ്പോൾ ഏകദേശം 12 മണിയായി. ഇതുവരെ നമ്മുടെ ഈ ഒരു ഫ്രണ്ട് ഭാഗത്തായിരുന്നു കേട്ടോ ഫുള്ള് ക്ലീനിങ് നടന്നിട്ട്. ഏകദേശം ഇവിടെ ഈ ഒരു ഫ്രണ്ടൊക്കെ ഒന്ന് നീറ്റാക്കിയിട്ടുണ്ട്, ഉള്ളെല്ലാം അടിച്ച് നല്ല രീതിയിൽ ഉരച്ച് ക്ലീൻ. അപ്പോൾ ഇതിൻ്റെ ബാക്കി എന്തായാലും നാളെ ആയിട്ട് എടുക്കാൻ പറ്റില്ല, കാരണം രണ്ടാളും നല്ല രീതിയിൽ ടയേർഡായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ ഉണ്ടാവുള്ളൂ.